എല്ലാവർക്കും നമസ്കാരം. സച്ചിയുടെയും രേവതിയുടെയും ഇനി വരാനിരിക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ ചന്ദ്രമതിയും രവിയും തമ്മിൽ മുട്ടം വഴക്കാകുകയാണ്. കാര്യം മറ്റൊന്നുമല്ല, നമ്മുടെ സുധിക്ക് രഹസ്യമായിട്ട് വീടിന്റെ ആധാരമൊക്കെ എടുത്തു കൊടുത്തത് ചന്ദ്രമതിയാണല്ലോ. ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞ് രവിയും അതുപോലെ തന്നെ ചന്ദ്രയും തമ്മി തല്ലിയിട്ട് അതിനുശേഷം അവർ ഒരാഴ്ചയോളം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതെ 2 റൂമിലൊക്കെ ആയിട്ട് കഴിയാണ്. അപ്പം ഈ കാര്യങ്ങളും വീട്ടിലെ ഈ ഒരു സാഹചര്യമൊക്കെ നമ്മുടെ സച്ചി അച്ചമ്മയെ വിളിച്ചറിയിച്ചതും പ്രകാരം അച്ചമ്മ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി അവിടെ നോക്കി നിൽക്കുമ്പം വരുന്നു തൻ്റെ പ്രിയപ്പെട്ട അമ്മായി അമ്മ. അങ്ങനെ അമ്മ വന്നിട്ട് ചോദിച്ചു, ചന്ദ്രേ എവിടെ എൻ്റെ മകൻ? അത് അങ്ങേരുതാ ടെറസിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി പറഞ്ഞതനുസരിച്ച് അച്ചമ്മയാണെങ്കിൽ രവിയെ പോയി കാണുകയാണ്. അപ്പം രവി വലിയ സങ്കടത്തിലൊക്കെ ഇരുന്ന് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പം എടാ മോനെ രവി എന്നും വിളിച്ച് അമ്മ അടുത്ത് ചെന്നിട്ട് എന്താടാ മോനെ നിനക്ക് എന്താ പറ്റിയത്? നീയും ചന്ദ്രയും തമ്മിൽ ഒരാഴ്ചയായിട്ട് പിണക്കത്തിലാണോ? നിങ്ങൾ എന്താ ഇങ്ങനെ തുടങ്ങുന്നത്? നിങ്ങളെ കണ്ടിട്ടാണല്ലോ ഈ വീട്ടിലെ മറ്റു മക്കളൊക്കെ പഠിക്കുന്നത്. പിണങ്ങേണ്ട സമയമാണോ ഇത്? നിങ്ങൾ ഇത്രയും പക്വതയും പ്രായമൊക്കെ ഉള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണെന്നൊക്കെ അച്ചമ്മ ചോദിക്കുക. അത് അമ്മേ, അവള് ചെയ്ത തെറ്റ് അതെനിക്ക് ക്ഷമിക്കാൻ പറ്റിയില്ല എന്ന് രവി മറുപടി പറയുമ്പോഴത്തേക്കിനും മോനെ ചന്ദ്രമതിയുടെ സ്വഭാവം നീ ഇന്നും ഇന്നലെയും കാണുന്നതല്ലല്ലോ. അവളുടെ മൂത്ത മകനോട് ഏറ്റവും അധികം ഇഷ്ടം കാണിച്ചിട്ടുള്ളത്. അവനൊരു തെറ്റ് ചെയ്തപ്പം അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൾ അങ്ങനെയൊക്കെ ചെയ്തതാണ്. എന്തായാലും ആ കടമൊക്കെ നീ വീട്ടിയില്ലേ അമ്മ, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ എനിക്ക് അവളോട് ക്ഷമിക്കാൻ പറ്റില്ല മോനെ. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. നിങ്ങൾ തങ്ങളിലുള്ള പിണക്കമൊക്കെ മാറണം. നീ ഇങ്ങ് വന്നേന്നും പറഞ്ഞ് രവിയും കൂട്ടിയിട്ട് അമ്മ ആ ഒരു ഹാളിലേക്ക് ചെല്ലുകയാണ്. അപ്പം ചന്ദ്രമതി അവിടെ ഇങ്ങനെ ബ്ലിങ്ങസ്യാന്നും പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രേവതിയും സച്ചിയും ഒക്കെ കൂടി സച്ചിയെ രവി ഒന്നിങ്ങനെ നോക്കി, നീയാണല്ലേടാ ഇതെല്ലാം അമ്മയെ അറിയിച്ചത് എന്നുള്ള രീതിയിൽ. അപ്പം സച്ചി ചെറിയൊരു പുഞ്ചിരിയോടുകൂടി നമ്മുടെ രവിയെ നോക്കിയിട്ട് ഇന്ന് കണ്ണടച്ച് കാണിച്ചു. ആ ഒരു സമയത്താണെങ്കിൽ അച്ചമ്മ പറഞ്ഞു, ചന്ദ്രേ നീ എന്തായാലും നിന്റെ ഭർത്താവിനോട് ചെയ്തത് ഏറ്റവും വലിയൊരു തെറ്റ് തന്നെയാണ്. പിന്നെ രേവതിയോട് നീ സംസാരിച്ച കാര്യങ്ങളെക്കുറിച്ച് ഞാനിപ്പോൾ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. ഇവിടെ എന്ത് നടന്നാലും അത് അന്നേരം തന്നെ ഞാൻ അറിയുന്നുണ്ട് എന്നുള്ള കാര്യം ചന്ദ്രമതി ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണെന്ന് അച്ചമ്മ മറുപടി പറയുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് ചന്ദ്ര ഒരക്ഷരം പോലും മറുത്തു പറയാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും രവിയോട് നമ്മുടെ അമ്മ പറഞ്ഞു, അതെ മോനെ, ഇനി ചന്ദ്ര ചെയ്ത ആ ഒരു തെറ്റ് അതിനിപ്പോൾ അവൾ മാപ്പ് പറയുന്ന സമയത്ത് നീ അവൾക്ക് മാപ്പ് കൊടുക്കണം. എന്തായാലും നിങ്ങൾ തങ്ങളിലുള്ള ആ ഒരു പ്രശ്നം ഇവിടെ വെച്ച് അവസാനിക്കണമെന്ന് പറഞ്ഞ് അച്ചമ്മ അവരെ 2 പേരെയും കൂടെ ഒന്നും കൂടെ ഒരുമിപ്പിക്കാനുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ഈ സമയത്താണെങ്കിൽ സുധി വന്നിട്ട് അച്ചമ്മയോ? അച്ചമ്മ ഇതെപ്പോൾ വന്നു? അപ്പം അച്ചമ്മ പറയുന്നുണ്ട്, ഞാൻ വന്നിട്ട് ഒരുപാട് വർഷമായി. എൻ്റെ മോനെ നിങ്ങൾ വന്നേന്നും പറഞ്ഞ് സുധിയെ വലിയ സ്നേഹത്തിന് അടുത്ത് വിളിച്ചിരുത്തുകയാണ്. സുധി എന്താ അച്ചമ്മ, എന്താ എനിക്ക് എന്തെങ്കിലും തരാനാണോ എന്ന് ചോദിക്കുമ്പം കാരണം പുകച്ചൊരു അടി വെച്ച് കൊടുത്തു. അതിനുശേഷം അച്ചമ്മ പറഞ്ഞു, ഇത് നിന്റെ അമ്മ ആദ്യമേ ചെയ്തിരുന്നെങ്കിൽ നീ ഇത്ര അങ്ങ് വഷളാവില്ലായിരുന്നു. മോളെ ശ്രുതി, ഒരുപാട് പഠിപ്പൊന്നും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇവന് വകതിരിവില്ല. ഇവനെ ഇതുപോലെ കള്ളത്തരമൊക്കെ കാണിക്കുന്ന സമയത്ത് നിന്റെ അമ്മായിയമ്മ ഇവനെ വേണ്ട വിധം ഒന്ന് ഉപദേശിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇവൻ നന്നായി പോയേനെ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവൻ സകല വേലത്തരവും പഠിച്ചു വെച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അച്ചമ്മ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോഴത്തേക്കിനും സുധിയാണെങ്കിൽ, അച്ചമ്മ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, അച്ചമ്മ എന്നോട് ക്ഷമിക്കണം. അതെ, എന്നെ ആ പെണ്ണ് പറ്റിച്ചത് കൊണ്ട് മാത്രമാണ് അച്ചമ്മ എനിക്ക് അങ്ങനെ വലിയൊരു കടത്തി ചെന്ന് കയറേണ്ടി വന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവൻ തടി തപ്പാൻ നോക്കുമ്പോഴത്തേക്കിനും സച്ചി ഇടപെടുകയാണ്. അച്ചമ്മ, ഇവൻ നിസ്സാരക്കാരനല്ല. അച്ചമ്മയ്ക്ക് അത് മനസ്സിലായോ? ഇവന്റെ അമ്മയും കൂട്ടുപിടിച്ചിട്ട് എന്തൊക്കെ കള്ളത്തരങ്ങളാ ചെയ്തിരിക്കുന്നത്. എന്ത് ഉടായ്പ കാണിച്ചാലും അതിൽ നിന്നൊക്കെ ഈ നിൽക്കുന്ന അമ്മ അവനെ ഈസി ആയിട്ട് രക്ഷിക്കും. ഈ ഒരു വിചാരവും ഈ ഒരു കോൺഫിഡൻസും കൊണ്ടാണ് അവൻ വീണ്ടും വീണ്ടും തെറ്റുകളിലേക്ക് പോകുന്നതെന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ അവനെ കുറ്റപ്പെടുത്തുന്ന സമയം അങ്ങോട്ടേക്ക് നമ്മുടെ വർഷയും അതുപോലെ തന്നെ ശ്രീകാന്തും കൂടി വരികയാണ്. അച്ചമ്മയോ? അച്ചമ്മ ഇതെപ്പോ വന്നു? ഒരുപാട് സമയമായോ വന്നിട്ടെന്നൊക്കെ നമ്മുടെ വർഷ ചോദിക്കുകയാണ്.
കുറച്ച് സമയമായി മോളെ. ഇവിടെ നിന്റെ അമ്മായിയപ്പനും അമ്മായിയമ്മയും ഒക്കെ തമ്മിൽ പിണക്കമാണെന്നൊക്കെ അറിഞ്ഞതുകൊണ്ട് അതൊന്ന് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി വന്നതാണെന്ന് അച്ഛമ്മ മറുപടി പറയുമ്പം അതേന്നേ, എന്ത് ചെയ്യാനാ, ഈ ആൻറ്റി ഈ സുധിയും കൂടിയാണ് ഇതൊക്കെ ഒപ്പിച്ചതെന്ന് അവള് സത്യസന്ധമായിട്ട് മറുപടി പറയുമ്പോൾ എനിക്കറിയാം മോളെ, ഇവരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കണം. അതിനു വേണ്ടി കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ എൻ്റെ മോൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് തന്നെയല്ലേ ചന്ദ്രേ ഈ വീട് കെട്ടിപ്പൊക്കിയത്, അല്ലാതെ നിന്റെ അച്ഛൻ സ്ത്രീധനമായിട്ട് തന്നതൊന്നും അല്ലല്ലോ എന്ന് ചന്ദ്രമതിയെ നിർത്തിക്കൊണ്ട് നമ്മുടെ അച്ഛമ്മ പറയുന്ന സമയം ചന്ദ്ര ഒരക്ഷരം പോലും മറുത്ത് പറയാതെ ഇതെല്ലാം കേട്ട് നിൽക്കുകയാണ്. ഇനി ചന്ദ്രേ, നീ രവിയോട് മാപ്പ് പറയണം, പറഞ്ഞില്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛമ്മയുടെ നിർബന്ധപ്രകാരം ചന്ദ്രമതിത മുട്ടുമടക്കുകയാണ്. നമ്മുടെ രവിയുടെ അടുത്ത് മാപ്പ് പറയുമ്പം ചന്ദ്രയ്ക്ക് മാപ്പ് കൊടുക്കാനായിട്ട് രവിയും തയ്യാറായി. അങ്ങനെ ആ ഒരു വിഷയം അവിടെ കോംപ്രമൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സച്ചി ഒരു കാര്യം അങ്ങ് കുത്തിപ്പൊക്കുകയാണ്. അച്ഛമ്മേ, ഇതൊക്കെ ഓക്കെ, കോംപ്രമൈസ് ആയി. പക്ഷെ വേറൊരു വിഷയം ഉണ്ടല്ലോ, ഇവൻ അച്ഛനെ പറ്റിച്ച് കൊണ്ടുപോയ ആ 50 ലക്ഷം അതിനാരാ സമാധാനം പറയുന്നേന്ന്. അതിനും നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. ഒരു കാര്യം ചെയ്യ് സുധി, നീ മാസം 50,000 രൂപ വെച്ചിട്ട് സച്ചിക്കും ശ്രീകാന്തിനും കൂടി കൊടുക്ക്. അപ്പം കുറേശ്ശെ ആയിട്ട് നിന്റെ കടമൊക്കെ വീടാൻ പറ്റും. ഇപ്പം നീ വലിയ കട മുതലാളിയൊക്കെ ആണല്ലോ, അതുകൊണ്ട് നിനക്ക് ഈസി ആയിട്ട് ഈ കടമൊക്കെ വീട്ടാൻ പറ്റുമെന്ന് അച്ഛൻ ഒരു ഓപ്ഷൻ വെച്ചു. ഇത് കേൾക്കുന്ന സമയത്താണെങ്കിലും കയ്യിൽ നിന്ന് പൈസ പോകുന്ന ഒരു കാര്യം നമ്മുടെ ശ്രുതിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ശ്രുതി പറഞ്ഞു, അച്ഛമ്മ അച്ഛമ്മയൊന്ന് ശ്രുതിയുടെ കഴുത്തിലേക്ക് നോക്കിക്കേ, അവൾക്ക് ഇതുവരെ താലി പിരിക്കുന്ന ആ ഒരു ചടങ്ങ് പോലും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളപ്പം എങ്ങനെ അച്ഛമ്മ ഞാൻ 50,000 രൂപ വെച്ച് മാസാമാസം ഇവന്മാർക്ക് കൊടുക്കുന്നത്? കണ്ടില്ലേ അച്ഛമ്മ, ഇവൻ കള്ളനാണെന്ന് ഞങ്ങൾ പറഞ്ഞത് അച്ഛമ്മയ്ക്ക് ഇപ്പം മനസ്സിലായില്ലേ? ഇവനും ഈ അമ്മയും കൂടിയാണ് ഇതൊക്കെ ഒപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ചന്ദ്രമതി തന്നെ സുധിയോട് പറയും മാസാമാസം ഇവന്മാർക്ക് പൈസ കൊടുക്കണമെന്നുള്ള കാര്യം. അങ്ങനെ അച്ഛമ്മയുടെ അവസാനത്തെ ആ ഒരു വാക്ക് കേട്ടിട്ട് ചന്ദ്രമതി ആണെങ്കിലോ സുധിയുടെ അടുത്ത് ചെന്നു, നീ ഒറ്റൊരുത്തൻ കാരണമാടാ ഞാൻ ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ തൊലി ഉരിഞ്ഞു നിൽക്കുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ സകല പോക്രത്തരങ്ങൾക്കും കൂട്ടു നിന്നത് ഞാനാണ്. പക്ഷെ ഇനി ഞാൻ അതിനൊന്നും കൂട്ടു നിൽക്കില്ല. നീ ഇവന്മാർക്ക് കൊടുക്കാനുള്ള പൈസ, നിന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച ആ പൈസ, അത് എങ്ങനെയും പണിയെടുത്ത് കൊടുത്തേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഈ ചന്ദ്രൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് ചന്ദ്രമതി ദേഷ്യപ്പെട്ട് നിൽക്കുമ്പം ശ്രുതി പറഞ്ഞു, ആൻറ്റി അതിപ്പം സുധിയെ ആ പെണ്ണ് പറ്റിച്ചതല്ലേ. ആരെ പറ്റിച്ചാലും ഇവന്റെ പിടിപ്പുകേട് കൊണ്ടാണല്ലോ ആ പൈസ പോയത്. അതുകൊണ്ട് എനിക്കിതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ തല കുനിച്ച് നിൽക്കേണ്ട ആവശ്യവും ഇല്ല. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ കേട്ടോ. സുധി എല്ലാ മാസവും 1-ാം തീയതി ആകുമ്പോഴത്തേക്കിനും 50,000 രൂപ വെച്ചിട്ട് ഇവന്മാരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തോണം. എന്നിട്ട് ബാക്കിയുള്ള സമ്പാദ്യമൊക്കെ മതിയെന്നും പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെട്ട് സുധിയോട് കലി പൂണ്ട് അവിടെ നിന്ന് അങ്ങ് പോവാൻ തുടങ്ങുമ്പം അമ്മ ഒന്ന് അവിടെ നിന്നെന്ന് സുധി പറയാണ്. അപ്പോഴാണ് നമ്മുടെ ചന്ദ്രമതി ശരിക്കും സുധിയുടെ ആ ഒരു മനസ്സിലിരിപ്പും അവൻ്റെ ആ ഒരു തനിക്കോണവും ഒക്കെ അങ്ങ് മനസ്സിലാക്കുന്നത്. അവൻ പറഞ്ഞു, അമ്മേ അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെ ശരിയാകും? എല്ലാവരും പറഞ്ഞല്ലോ ഞാനാ തെറ്റ് ചെയ്തതെന്ന്. ശരിക്കും ഇവിടെ തെറ്റ് ചെയ്തത് അമ്മ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പം ഒരുപാട് ചന്ദ്രമതി ലാളിച്ച് കൊഞ്ചിച്ചൊക്കെ വളർത്തിയ തൻ്റെ പുന്നാര മോൻ ഇപ്പം ചന്ദ്രമതിക്കെതിരെ തിരിഞ്ഞു നിന്ന് സംസാരിക്കുന്ന ഒരു കാഴ്ചയാണ്. എന്തായാലും നമ്മുടെ ചന്ദ്രമതി നല്ലതുപോലെ അങ്ങ് വിഷമിച്ച് നിൽക്കുന്ന ആ ഒരു കാഴ്ച അച്ചമ്മയാണെങ്കിലും രേവതി ആണെങ്കിലും അവരും ഈ കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ഇത്രയും കാലവും ചന്ദ്രയ്ക്ക് സപ്പോർട്ടായിട്ട് നിന്ന സുധി ചന്ദ്രയ്ക്ക് എതിരായിട്ട് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇനി കാത്തിരുന്ന് കാണാം ബാക്കി വിശേഷങ്ങൾക്കായിട്ട്. എല്ലാവർക്കും നല്ലൊരു രാത്രിയും നല്ലൊരു സൺഡേ ഒക്കെ ആശംസിക്കുകയായിരുന്നു. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.